പ്രിയപ്പെട്ടവരെ, നമസ്തേ. 2 മാസം മുമ്പ് തൃശ്ശൂരിലുള്ള ഒരു MBA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കാനായി ഞാൻ പോയിരുന്നു. രാവിലെ 10 മണിക്ക് തുടങ്ങുമെന്നാണ് സംഘാടകർ പറഞ്ഞത്. ഞാൻ ഒരു 9:45 തന്നെ അവിടെ എത്തി. അത്ഭുതമെന്ന് പറയട്ടെ, മെയിൻ ഗേറ്റിൽ ആരെയും കണ്ടില്ല. പോരെങ്കിൽ ഗേറ്റ് അടച്ചിട്ടിരുന്നു. എനിക്കൊരു സംശയം, ഇത് തന്നെയാണോ സ്ഥലം? ഗേറ്റ് കീപ്പറോട് ഞാൻ ചോദിച്ചു, ഇത് തന്നെയല്ലേ ഈ MBA ഇൻസ്റ്റിറ്റ്യൂട്ട്? അപ്പം അദ്ദേഹം പറഞ്ഞു, അതെ ഇത് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഇന്നിവിടെ ഒരു ആനുവൽ ഡേ സെലിബ്രേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഇന്നുണ്ട്. ഞാൻ പറഞ്ഞു, 10 മണി എന്നാണല്ലോ പറഞ്ഞത്. ഓ, അത് സാറേ, ഇവിടെ 10 മണി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 11-11:30 ആവും. അതിനു മുമ്പൊന്നും ഇവിടെ ആരും വരാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ് ഇന്നത്തെ VIP. ഉടനെ അദ്ദേഹം പെട്ടെന്ന് വന്ന് കഥകൊക്കെ തുറന്നു. എന്നിട്ട് പറഞ്ഞു, വെൽക്കം സർ എന്ന് പറഞ്ഞ് എന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ അയാളെ ശ്രദ്ധിച്ചു. കയ്യിൽ വില കൂടിയ ഒരു റിസ്റ്റ് വാച്ചുണ്ട്, കഴുത്തിലൊരു കയറുപിരിയൻ മാലയുണ്ട്. അത് മറ്റുള്ളവർ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാവണം മുൻവശത്തെ 2 ബട്ടൺസ് ഒക്കെ തുറന്നു ഇട്ടിട്ടുണ്ട്. ആകെ കെട്ടുമട്ടും കണ്ടപ്പോൾ ഒരു കാവൽക്കാരനാകാൻ സാധ്യതയില്ല എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര ക്ലാസ് പഠിച്ചിട്ടുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ, ഞാൻ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫസ്റ്റ് ബാച്ച് പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫസ്റ്റ് ബാച്ച് പ്രോഡക്റ്റ് ഓഫ് ദിസ് എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ എൻ്റെ ഈ ജോലി തിരഞ്ഞെടുത്തു? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് ജോലിക്കൊക്കെ ട്രൈ ചെയ്തു, ഒന്നും കിട്ടിയില്ല. അവസാനം പിന്നെ വീടിന് മുമ്പിൽ ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ മതി എന്നങ്ങ് വിചാരിച്ചു എന്ന് പറഞ്ഞു. നോക്കൂ, നമ്മളുടെ ഒരു കോളേജിൽ നിന്നും, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പാസ്സായ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരി ഒരു സെക്യൂരിറ്റി ഗാർഡായി ജോലി നോക്കുകയാണ്. ഇത് ഒരാളുടെ മാത്രം കഥയല്ല കേട്ടോ. ഇന്ത്യ ഒരു വർഷം 15 ലക്ഷം എഞ്ചിനീയർമാരെയാണ് സൃഷ്ടിക്കുന്നത്. നമ്മളുടെ എക്കോണമി ഒരു 3.7 ട്രില്യൺ എക്കോണമിയാണ്. എന്നാൽ അമേരിക്ക 16 ട്രില്യൺ എക്കോണമിയാണ്. $16 ട്രില്യൺ. ആ എക്കോണമിയുടെ വലിപ്പം നോക്കുക. അവരാകെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1 ലക്ഷം എഞ്ചിനീയർമാരെയാണ്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്താണ് നമ്മുടെ എഞ്ചിനീയർമാർക്ക് ജോലി കിട്ടാത്തതെന്ന്. എംപ്ലോയബിലിറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് അത് 2023 57%. 2021 വെറും 46% ഉണ്ടായിരുന്നുള്ളൂ. ഇൻഫോസിസിന്റെ ഹെഡായ നാരായണമൂർത്തി പറയുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ ഇന്ത്യ ആർ churning out 25% quality engineers only, and 80 to 85% youngsters are not trained for any suitable jobs എന്ന് അദ്ദേഹം പറയുന്നത്. ഒരു 25% പേരേ ഉള്ളൂ ക്വാളിറ്റി എഞ്ചിനീയേഴ്സ്. ബാക്കി ഒന്നിനും ഒരു ജോലിക്കും കൊള്ളാവുന്നവരല്ല. ഈ കൂട്ടത്തിൽ പറഞ്ഞ ആളായിരിക്കണം ഞാൻ കണ്ട സെക്യൂരിറ്റി ഗാർഡ്. ഇതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഒന്ന്, നമ്മുടെ സ്കിൽ മിസ്മാച്ച് ആണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന കരിക്കുലം തന്നെ ഔട്ട്ഡേറ്റഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ പഠിച്ചു വരുന്നവർക്ക് ഇന്നത്തെ കാലത്തുള്ള ജോലികൾക്ക് വേണ്ടുന്ന സ്കിൽ സെറ്റ് ഇല്ല. ലൈഫ് സ്കിൽസിൻ്റെ കാര്യം പറയാനുമില്ല. അവർ കോൺഫിഡൻ്റ് അല്ല, അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുന്നില്ല, അവർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ല, പിന്നെന്താ, അവർ അഡാപ്റ്റബിലിറ്റി ഇല്ല. ഇതൊക്കെയാണ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. 21st സെഞ്ച്വറിയിൽ ഇങ്ങനെയുള്ള ജോലികളൊക്കെ വേണമെങ്കിൽ കുറേ ലൈഫ് സ്കിൽസ് കൂടിയേ മതിയാവുകയുള്ളൂ. അതൊന്നും ഇവിടെ കിട്ടുന്നില്ല. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ കുട്ടികൾ 12ാം ക്ലാസ് കഴിയുമ്പോഴേക്കും അവർ വിദേശത്തേക്ക് കുടിയേറി പാർക്കാൻ പോവുകയാണ്. വിദേശത്തെ യൂണിവേഴ്സിറ്റികൾ അവരെ ആകർഷിക്കുന്നു. നമ്മുടെ വിദേശ മന്ത്രാലയത്തിൻ്റെ കണക്കിൻ പ്രകാരം 2022 13 ലക്ഷത്തിലധികം കുട്ടികളാണ് 79 വിദേശ രാജ്യങ്ങളിലായി പഠനം നടത്തുന്നത്. 2022 മാത്രം 7 ലക്ഷം കുട്ടികൾ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോയി എന്നാണ് കണക്ക്.
കൂടുതൽ കുട്ടികളും തിരഞ്ഞെടുക്കുന്നത് ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ്. ഇനി പോകുന്ന കുട്ടികളുടെ ഏതൊക്കെ സ്റ്റേറ്റുകളിൽ നിന്നാണ് കൂടുതൽ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ആകെ പോകുന്ന കുട്ടികളിൽ 12.5% പഞ്ചാബിൽ നിന്നാണ്. പിന്നെ ആന്ധ്ര ആൻഡ് തെലുങ്കാന വീണ്ടും 12.5%. മഹാരാഷ്ട്ര 12.5%. ഗുജറാത്തിൽ നിന്നും 5% പേര് പോകുന്നു. ഡൽഹിയിൽ നിന്ന് 8%. തമിഴ്നാട്ടിൽ നിന്നും 8%. കർണാടക 6%. ബാക്കി 33% മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു സംശയവും വേണ്ട, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ തന്നെ. നമ്മുടെ ഗുണമേന്മ മറ്റു രാജ്യങ്ങളിലെ വിദ്യാഭ്യാസം ആയിട്ട് തട്ടിച്ചു നോക്കണം. വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികൾ അക്കാദമിക് ഗുണനിലവാരത്തിൽ വളരെ മുൻപിലാണ്. നല്ല അധ്യാപകർ, മികച്ച അധ്യാപകർ, പിന്നെ മികച്ച റിസർച്ച് സൗകര്യങ്ങൾ, ഇതൊന്നും പകരം വയ്ക്കാൻ പറ്റാത്തതാണ്. ഇതാണ് ഒരു കാരണം. പിന്നെ 2, വിദേശത്ത് ധാരാളം തൊഴിലവസരങ്ങൾ ലഭിക്കും. ഈ അടുത്ത കാലത്ത് ഞാൻ പേപ്പറിൽ വായിച്ചു, ഫ്രാൻസിൽ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. വിദേശത്തു നിന്നും വരുന്ന കുട്ടികൾക്ക് അവരുടെ പഠനം കഴിഞ്ഞാൽ അവരുടെ വർക്ക് വിസ നീട്ടിക്കിട്ടും. അമേരിക്ക, കാനഡ, ഇംഗ്ലണ്ട്, അവിടെ എല്ലാം ഇതുപോലെ വർക്ക് വിസ നീട്ടിയിട്ടുണ്ട്. ജർമ്മനിയിലാണെങ്കിൽ 18 മാസം വരെ പഠനശേഷം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് 18 മാസം വരെ അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കും. ഇതാണ് മറ്റൊരു കാരണം. പിന്നെ 3ാമത്തെ കാരണം, പല രാജ്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പെർമനന്റ് റെസിഡൻസി കൊടുക്കുന്നു. അവർ പോകുമ്പോൾ താൽക്കാലിക റെസിഡൻസിയിലാണ് പോകുന്നത്. അത് കഴിഞ്ഞാൽ അത് പെർമനന്റ് റെസിഡൻസി ആക്കാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ ആകർഷണമാണ്. പിന്നെ നോക്കുക, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ഹാർവർഡ് യൂണിവേഴ്സിറ്റി, MIT, ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, വെയിൽസ്, ഇതുപോലുള്ള യൂണിവേഴ്സിറ്റികളിലുള്ള അക്കാദമിക് സൗകര്യങ്ങൾ ലോകത്തിൽ മറ്റൊരു സ്ഥലത്തും കിട്ടുകയില്ല. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ മോശമാണെന്ന് ഞാൻ പറയില്ല, എങ്കിലും ഇവിടെ എങ്ങുമില്ലാത്ത അക്കാദമിക് സൗകര്യങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റികളിൽ കിട്ടുന്നത്. കേരളത്തിലെ കാര്യം നോക്കൂ, നമ്മുടെയൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് കാണുന്നത് എന്താ? എല്ലാം അങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചിട്ട് അവിടെ ഒരു അക്കാദമിക് സൗകര്യങ്ങൾ എന്ന് പറയുന്ന ഒരു അക്കാദമിക് അറ്റ്മോസ്ഫിയർ ഇല്ല. മുഴുവനും പാർട്ടികളുടെ കൊടിക്കൂറകൾ കൊണ്ട് അവിടെ മുഴുവൻ കെട്ടി തൂക്കിയിരിക്കുകയാണ്. ഭിത്തികൾ മുഴുവനും മുദ്രാവാക്യങ്ങളും പിന്നെ മൺമറഞ്ഞുപോയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചിത്രങ്ങളും എല്ലാം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഇത് എങ്ങനെയാണ് ഇവിടെയൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റുക? അതുകൊണ്ട് തന്നെ ഈ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഒരു വലിയ സ്വപ്നമാണ്. ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ പല നല്ല യൂണിവേഴ്സിറ്റികൾ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വിദേശ രാജ്യങ്ങളിലെ അക്കാദമിക് നിലവാരം ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. പിന്നെ അടുത്ത കാരണം, വിദേശത്ത് പഠിക്കാൻ പോകണമെങ്കിൽ ഇപ്പോഴേ സ്കോളർഷിപ്പ് കിട്ടും. പിന്നെ ബാങ്ക് ലോൺ കിട്ടാനായിട്ട് അത്ര വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ഉള്ള കോമ്പറ്റീഷൻ എന്താണെന്ന് നോക്കുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ കയറണമെങ്കിൽ ഇത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ടഫാണ്, എളുപ്പമല്ല. 2022 18.5 ലക്ഷം കുട്ടികളാണ് നീറ്റ് എക്സാം എഴുതിയത്. ആകെയുള്ള MBBS സീറ്റുകൾ എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ താഴെയാണ്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 90,000-91,000 വരും. BDSലാണെങ്കിൽ ഒരു 27,000 സീറ്റുകൾ, ആയുഷ് ഒരു 50,000 സീറ്റുകൾ, പിന്നെ BSc ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ ഒരു 500 സീറ്റുകൾ. ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയും സീറ്റുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. അപ്പം അത് എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ UPSC പരീക്ഷയുടെയും IIT എക്സാം എൻട്രൻസും ഒക്കെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. അത് സാധാരണക്കാർക്ക് അപ്രാപ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതും ഇവിടെ നിന്ന് വിട്ടുപോകാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇനി വിദേശത്ത് താമസിക്കുമ്പോൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാം. അപ്പനമ്മമാരുടെ വലിയ കൺട്രോളൊന്നും ഉണ്ടാവില്ല.
അവിടുത്തെ ജീവിത ശൈലി അവർക്ക് സ്വീകരിക്കാം. അപ്പോൾ ആ ശൈലിക്കനുസരിച്ച് മാറാൻ ഇന്നത്തെ വിദ്യാർത്ഥികൾ തയ്യാറാകുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ കൂടുതലും വിദേശത്തേക്ക് പോകുന്നത്. ഇനിയും അപ്പോൾ ചോദിക്കും, നമ്മുടെ ഇന്ത്യയിലേക്ക് കുട്ടികൾ ആരും വരുന്നില്ലേ എന്ന്. വരുന്നുണ്ട്. 2014 40,000 വിദേശ വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ ആകെ പഠിച്ചത്. അത് 2021 ആയപ്പോൾ 48,000 അതായത് ഒരു 13% ഗ്രോത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 2014 നിന്നും 2021 ആയപ്പോഴേക്കും 48,000 കുട്ടികൾ വിദേശ കുട്ടികൾ ഇന്ത്യയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയ ഒരു അച്ചീവ്മെൻ്റ് അല്ലേ? അപ്പോൾ ഇത്രയും കുറച്ച് കുട്ടികളെ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അതിൻ്റെ കാരണം ഞാനീ പറഞ്ഞതൊക്കെയാണ്. നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോകുന്നതിൽ എന്താ തെറ്റ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഒരു തെറ്റുമില്ല. പക്ഷേ നമ്മുടെ മിടുക്കരായ കുട്ടികൾ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരാരും തിരികെ വരുന്നില്ല. ഇപ്പോൾ UAE അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നവർ 2-way ടിക്കറ്റുമായിട്ടാണ് പോകുന്നത്. പക്ഷേ യൂറോപ്പിലോട്ടും കാനഡയിലോട്ടും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും പോകുന്നവർ എല്ലാവരും 1-way ടിക്കറ്റ് എടുക്കുന്നുള്ളൂ. അവരവിടെ പോയാൽ തിരികെ വരില്ല. അവിടെ തന്നെ അവർ സെറ്റിൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു വലിയ നല്ലൊരു ബ്രെയിൻ ഡ്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആകണം. അത് സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആകണമെങ്കിൽ ഞാൻ പറയട്ടെ, ആദ്യം വേണ്ടത് ഇതിനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നുമെല്ലാം ഇതിനെ കരകയറ്റുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ ഇവിടെ പിടിച്ചു നിർത്താനൊന്നും കഴിയില്ല. അങ്ങനെ അവരെ പിടിച്ചു നിർത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് നമ്മുടെ ഈ കലാശാലകളെ കലാപശാലകളാക്കി മാറ്റാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന കാഴ്ചകൾ നമുക്കെല്ലാം അറിവുള്ളതാണ്. ഒരു അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് അയാളുടെ കൈ വെട്ടിക്കളയുന്നു. കൈപ്പത്തി വെട്ടിയ കഥയൊക്കെ നമുക്കറിയാം. അത് ചെയ്ത ആൾ ഇന്റർപോൾ വരെ അന്വേഷിച്ചു, എന്നിട്ടും കണ്ടുപിടിച്ചില്ല. പക്ഷെ അപ്പോഴേ കേൾക്കുന്നു, അദ്ദേഹം ഇവിടെ പേരും മാറ്റി പിന്നെ വേഷപ്രച്ഛന്നനായി കണ്ണൂരിൽ തന്നെ താമസിക്കുകയായിരുന്നു. അപ്പോൾ പോലീസ് പിടിച്ചു. അപ്പം ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപകനെ പരസ്യമായിട്ട് കത്തി കൊണ്ട് കുത്തുന്നു. കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഏത് വിദ്യാർത്ഥിയാണ് ഇവിടെ പഠിക്കാൻ ആഗ്രഹിക്കുക? ഏത് രക്ഷകർത്താവാണ് തൻ്റെ കുട്ടിയെ ഇവിടെ അയക്കണമെന്ന് ആഗ്രഹിക്കുക? അവർക്ക് പോയി രക്ഷപ്പെടട്ടെ എന്നല്ലേ വിചാരിക്കുകയുള്ളൂ. ഇത് നമ്മൾ ഒളിച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് മാറ്റാതെ, ഈ സ്ഥിതി മാറ്റാതെ നമ്മളുടെ വിദ്യാർത്ഥികളെ നമുക്കിവിടെ പിടിച്ചു നിർത്താനാവില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി കാക്ഷിക്കുന്നുവെങ്കിൽ ഒരു സംശയവും കൂടാതെ ഞാൻ പറയട്ടെ, ആദ്യം വേണ്ടുന്നത് നമ്മളുടെ ഈ സർവകലാശാലകൾ യഥാർത്ഥ സർവകലാശാലകളാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അത് രാഷ്ട്രീയ വിമുക്തമാക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ യാതൊരു സംശയവുമില്ല. ഇത് ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം, പ്രത്യേകിച്ചും കേരളത്തിലെ സാഹചര്യത്തിൽ. പക്ഷേ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായേ മതിയാവൂ. ഇല്ലെങ്കിൽ നാം വളരെ പിന്തള്ളപ്പെട്ടു പോകും എന്ന കാര്യവും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Hello students, we hope you are thoroughly enjoying Bhavika's classes. As the academic exams are approaching, we will be wrapping up the current year's course by the end of January 24. However, we have some exciting plans for you. This will happen during the summer vacation, okay? Get ready to elevate your potential with our Elevate Civil Service Orientation Program taking place in Kasaragod, Palakkad, Kottayam and Thiruvananthapuram in the month of April. Hurry up and secure a spot by scanning the QR code, as we have very few seats available. Bhavika, a student enrichment program.